പ്രഭാകരന്റെ ഉജ്ജ്വല വിജയത്തോടനുബന്ധിച്ചുള്ള ആട്ടിൻ പാലൊഴിച്ച ചായ സൽക്കാരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. ഇതാരാ? വടക്കപ്പെട്ട സുശീലല്ലേ വരുന്നത്? വടക്കപ്പെട്ട സുശീലയ്ക്ക് അല്പം വഴി കൊടുക്കൂ. കടന്നു വരൂ, കടന്നു വരൂ. ടിപ്പർ ലോറിയുടെ അടിയിൽ ലാംബി സ്കൂട്ടർ പെട്ടാലുള്ള അവസ്ഥ അറിയാലോ. എന്നാപ്പോ നിങ്ങളെ സുബ്രന്തി അവിടെ ഉണ്ട്, വിളിക്കണോ? 2 ബോണ്ട എടുക്കട്ടെ സുശീല. ഒരു കയ്യിൽ എത്ര എണ്ണോടാ ഇരിക്കുന്നത്? നമ്മുടെ മെമ്പർ എല്ലാവരും ഹാപ്പി ആണല്ലോ അല്ലേ? ചാരായം കുടിച്ച് ഹാപ്പി ആയെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ചായ കുടിച്ച് ഇന്നവരാരും ഹാപ്പി ആയെന്ന് കേട്ടിട്ടില്ല പ്രഭേട്ട. എന്താ അവിടെ നമ്മുടെ സുബ്രൻ ചത്തോ? ചത്തെങ്കിൽ അവിടെ ചിരിയൊക്കെ കേട്ടണല്ലോ. ഇത് അതൊന്നുമല്ല. എനിക്ക് തോന്നുന്നു പ്രഭേട്ടം വിജയിച്ചത് കൊണ്ട് അപ്പുറത്തെ പഞ്ചായത്തിൽ നിന്ന് വരെ ആൾക്കാർ പുസ്തകം വാങ്ങാൻ വന്നതായിരിക്കും. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ എന്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതല്ല. ഒന്ന് മാറിക്ക് മാറിക്ക് മാറിക്ക്. വായിക്ക് എല്ലാരും വായിച്ച് വളരെ. ചേട്ടാ, ഗാന്ധിജി അറിയ. എന്റെ സുബ്ര, ഞാൻ എന്താ ഈ കാണുന്നത്? പ്രഭാകരൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. വൈകിട്ടാവുമ്പോൾ 1000 കോപ്പി ഉറപ്പാ. അല്ല, ഇതെന്താ പുസ്തകം പ്ലാസ്റ്റിക് കവറിലാക്കി വെക്കുന്നത്? വലിയ വലിയ ബുക്ക് സ്റ്റാളിലൊക്കെ അങ്ങനെയാ. ഇനി നമുക്ക് കവറുമ്പോ പേര് എഴുതണം, മഹാത്മാ ബുക്സ്, തോന്നൂർക്കര. കണ്ടില്ലടാ, ഞാൻ ജയിച്ചപ്പോ ആളുകൾക്ക് എന്റെ ആദർശത്തിന്റെ വില മനസ്സിലായത്. നാളുകളായിട്ട് പൊടി പിടിച്ചു കിടന്ന ഗാന്ധിജി അറിയാന്നുള്ള എന്റെ പുസ്തകം ജനങ്ങൾ ആർത്തിയോടുകൂടി വായിച്ചോണ്ട് പോകുന്ന കണ്ടോ? ഇനി തോന്നൂർക്കര നന്നാവും. ചേട്ടാ, 2 കോപ്പി വരും. 1ന്റെ പൈസ നാളെ. പിന്നെ ഇരട്ടി പൈസ കൊടുത്ത ആളുകൾ വാങ്ങാൻ നിൽക്കുമ്പോഴാ കടം തരുന്ന പ്രശ്നമില്ല. അങ്ങനെ പറയാതെ സുബ്ര, ഒരേ സമയത്ത് ഒരു വീട്ടിലെ 2 പേർക്ക് വായിക്കണം തോന്നിയാലോ, ഞാൻ തരാം. ബുക്ക് സ്റ്റാളിന്റെ മാനേജർ ഞാനാ. ഇവിടത്തെ കാര്യത്തിൽ ഇറവുണ്ടാ. നീ ഒന്നും മാറി. ഉറങ്ങാത്ത രാത്രികൾ, സുബ്രൻ തോന്നൂർക്കര. എങ്ങനെയുണ്ട്? എന്താണത്? വടക്കേപ്പാട്ട് സുശീലിന്റെ ആത്മകഥ ഞാൻ എഴുതി അടുപ്പിച്ചതാ. അടുത്ത എഡീഷനിൽ ഭാഷ ഇത്തിരി ശരിയാക്കണം. അവിടെ ഇവിടെ കേട്ട് ഇത്തിരി തറയായി പോയെന്ന് പറഞ്ഞു വിമർശകര്. ഒരു ഡിജിറ്റൽ ഫീൽ ഉണ്ടാക്കാൻ ഒരു സീഡിയും. ഒരു കാലത്ത് മലയാള സിനിമ താങ്ങി നിർത്തിയ ചില സിനിമകളുടെ സീനുകൾ കൂട്ടിച്ചേർത്ത ഒരു മിക്സ്. ചെറ്റത്തരം ചെയ്യുന്നോടാ നായേ. ഏത് ബുക്കിലാണ് നീ ഇത് ചെയ്തതെന്നറിയാമോ? സോറി, നല്ല ക്ഷമയുള്ള അഹിംസവാദി ആയതുകൊണ്ട് ഗാന്ധിജി ഇത് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് കരുതി. ആക്രമിച്ച് നാറ്റിക്കലും നശിപ്പിച്ചു കളഞ്ഞോളാം. മോനെ, ഇവിടെ ഏതൊരു പുസ്തകം കൊടുക്കണ്ടെന്ന് കേട്ടു. ഇതാ വായിക്കാൻ കണ്ണു പിടിക്കുവോ? അത് പിന്നെ ഇത്തിരി വെള്ളെടുത്തുണ്ടെന്നേ ഉള്ളൂ. കന്നഡ വെച്ചാ ഒരു കുഴപ്പമില്ല. സാക്ഷരതാ ക്ലാസ്സിൽ നീ എഴുത്തും വായന പഠിപ്പിച്ച ആളാ. ഒരു കോപ്പി കൊടുക്കട്ടെ? ഞാൻ എന്റെ കൈ എഴുത്ത് കോപ്പി തരട്ടെ. ഇതാരത്? വീട് തെറ്റിയിട്ടൊന്നുമില്ല. അത് മനസ്സിലായി. പക്ഷേ എനിക്ക് മനസ്സിലായി. 4ാം വാർഡിലെ മെമ്പർ പ്രഭാകരനല്ലേ? രഞ്ജിനിയാടാ ഇത്. ഒരിക്കലും വരാൻ പോണില്ലെന്ന് നീ പറഞ്ഞ രാമകൃഷ്ണന്റെ മോൾ രഞ്ജിനി. അല്ല, അവര് ഇന്ന് കാലത്ത് അവര് ബോംബെന്ന് വന്നു. നിന്നെ നാട്ടുകാർ പൊക്കിയെടുത്തോണ്ട് നടക്കുന്ന കണ്ടുവെന്നും പറഞ്ഞു. എനിവേ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ചെറിയമ്മാവൻ അകത്തുണ്ട്. വല്യമ്മാവനായിട്ട് സൽക്കാരത്തിലാ. ഇതിനകത്ത് വെച്ചോ? നീ അതിനിപ്പോ ഒന്നും പറയാൻ നിക്കണ്ട. ഇവിടെ ഒരു കേടായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഉണ്ടായിരുന്നതാ. അതൊന്ന് നന്നാക്കി തരാൻ പറഞ്ഞ പ്രഭാകരൻ കേൾക്കില്ല. ഇത് പിന്നെ നിങ്ങൾ വന്നതുകൊണ്ട് കളറിൽ കാണാൻ പറ്റി. കാശില്ലാതൊന്നുമല്ല, പറമ്പിലെയും പാടത്തെയും വരുമാനം മുഴുവൻ കണക്ക് വെക്കുന്ന അവനല്ലേ. ചെലവാക്കില്ല, അത്ര തന്നെ. എനിക്കാണെങ്കിൽ ഈ പ്രായത്തിൽ ഇതൊക്കെ നോക്കി നടത്താനും കണക്ക് വെക്കാനുമുള്ള ശേഷിയില്ല എന്റെ രാമകൃഷ്ണ. അപ്പൊ ഓരോ പ്രാവശ്യം തേങ്ങ ഇടുമ്പോഴും കൊയ്ത്ത് കഴിയുമ്പോഴും ഗോമതിയമ്മായി അക്കൗണ്ട് ബുക്കിൽ എന്തൊക്കെയോ എഴുതി കുറിച്ച് വെക്കാറുണ്ടല്ലോ. അപ്പൊ അതൊന്നും കണക്കല്ലേ വല്യമ്മാവ? അത് പിന്നെ നീയോ ആ പെണ്ണും പറയണതൊക്കെ ഞാൻ ചുമ്മാ ബുക്കിൽ എഴുതിയിരുന്നല്ലാതെ അതിനൊക്കെ വല്ല വ്യവസ്ഥ വെള്ളിയാഴ്ച ഉണ്ടോ? ആണുങ്ങൾ ഇരുന്ന് വർത്താനം പറയട്ടെ ഗോമതി. നീ അടുക്കളയിലേക്ക് വാ. എനിക്ക് കുറച്ചു നേരം TV ഒന്ന് കാണണം. നടക്കുമോളെ. ചെറിയമ്മാവനെന്താ ഇത്ര ദിടീന്ന്? ഒരു കത്തോ ഫോണോ ഒന്നും ഉണ്ടായില്ല? ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിലേക്ക് വരാൻ മുൻകൂട്ടി അറിയിക്കണേ എന്തിനാ? അല്ലേട്ടാ?
ഒന്ന് ശബ്ദം കുറയ്ക്കുക കേട്ടത്തി. ഓ തനിക്കിപ്പോഴും ഒരു പണിയും തൊഴിലും ഒന്നും ആയിട്ടില്ല അല്ലേ? അച്ഛനെയും വലിയച്ഛനെയും പോലെ ഇപ്പോഴും ഊരുതണ്ടലും രാഷ്ട്രീയവും തന്നെ. ഒരു ബുക്ക് സ്റ്റോൾ ഉണ്ട്. ബുക്സ് അല്ലേ? പറമ്പ് നിറയെ അടയ്ക്കയും തേങ്ങയും ഉള്ളപ്പോ എന്തിനാ മറ്റൊരു ജോലി അല്ലേ? നിക്ക്, താൻ കഴിക്കുന്നോ? മൂപ്പളമയൊന്നും നോക്കണ്ട, വേണമെങ്കിലാവാം. അയ്യോ, തൊണ്ണൂർക്കര പഞ്ചായത്തിലെ മദ്യവിരുദ്ധ സമിതിയുടെ നേതാവായവൻ കൈകൊണ്ട് പോലും തൊടില്ല, മദ്യം വീട്ടിൽ കയറ്റാൻ സമ്മതിക്കുകയില്ല. അതിപ്പോ ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം വിദേശ മദ്യത്തിനെതിരെ സിന്ദാബാദ് വിളിക്കുന്ന കണ്ടല്ലോ വല്യമ്മ. തെറ്റുപറ്റിപ്പോയി. ബ്രിട്ടീഷുകാർ എന്ന് ഇന്ത്യ വിട്ടോ അന്ന് തൊലഞ്ഞു. അതുകൊണ്ട് ഞാൻ നിലപാട് മാറ്റി. ഇഷ്ടപ്പെട്ടില്ല. അവരോടുള്ളത് എനിക്ക് എന്തൊക്കെ ഞാൻ കഴിച്ചോളാം. പ്രഭേട്ടനും കൂടി ഇരുന്നോളൂ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വേണ്ട, ഞാൻ അപ്പുറത്ത് നിലത്തിരുന്നോളാം. ഇരിക്കടോ. വേണ്ട, അമ്മ കഴിച്ചോളൂ. അവന് മേശമേലിരുന്ന ഇറങ്ങൂല. ആ ചായപ്പിൽ ചപ്പറം പടഞ്ഞിരുന്ന് ഓട്ട് കിണ്ണത്തിന് വെട്ടി വിളങ്ങണം. എന്നാലേ തൃപ്തിയാവും. പണ്ടേ വർത്തമാനത്തിനൊരു ബെല്ലും ബ്രേക്കും ഇല്ലാത്തവനാ നിന്റെ വല്യമ്മാവൻ. നീ അവര് പറയുന്നതൊക്കെ കാര്യമായിട്ടെടുക്കാൻ നിൽക്കാണോ? ആ, കഞ്ഞിയില്ല കേട്ടോ. അവർക്ക് രാത്രി ചപ്പാത്തി വേണോന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും അത് മതിയെന്ന് വെച്ചു. എനിക്കിത് ഇഷ്ടമല്ല എന്നുള്ള കാര്യം അമ്മ മറന്നൂല്ലേ? ഞാൻ അമ്മയുടെ ഒരു 100 തവണ പറഞ്ഞല്ലേ പ്രഭേട്ടന് മാത്രം ഒരു ഗ്ലാസ് അരി എടുപ്പത്തിടാന്ന്. ആ, ഒരു നേരം ചപ്പാത്തി കഴിച്ചാൽ ചത്തൊന്നും പോവില്ല. ഉച്ചക്കലത്തെ ചോറ് ഇരിപ്പുണ്ട്, ഞാനെല്ലാം ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് കഞ്ഞിയാക്കി തരട്ടെ? എന്നാ പിന്നെ അതിനകത്ത് ഇത്തിരി പിണ്ണാക്കും കൂടി ഇട്ടോ. ഒരു 15 മിനിറ്റ് മതി, ഞാൻ കുക്കറിൽ കഞ്ഞി ഉണ്ടാക്കാം. വേണ്ട, അമ്മ പറഞ്ഞ പോലെ ഗോതമ്പ് വിഷമല്ലാത്തോണ്ട് ചത്തുപോകുന്നില്ലല്ലോ. അയ്യോ, കുട്ടി എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? അതിനൊക്കെ അവിടെ വേറെ ആളുകളുണ്ട്. ഒരു കിടക്ക തട്ടിക്കൊടഞ്ഞു വിരിച്ചോണ്ട് എന്റെ വളയൊന്നും ഊരി പോവില്ല. അതുകൊണ്ടൊന്നുമല്ല, പിന്നെ അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഷർട്ട് അയൺ ചെയ്താൽ ചുളിവ് മാറില്ല എന്നുള്ളതുകൊണ്ട് ആ പണി മാത്രമേ രാധയെ കൊണ്ട് ചെയ്യിക്കാറുള്ളൂ. പിന്നെ എന്റെ അലക്കലും കഴുകലും കിടക്കവിരിക്കലും ഒക്കെ ഞാൻ തന്നെ ചെയ്താൽ എനിക്ക് തൃപ്തിയാകും. അതുകൊണ്ട് ഈ വക പണികളൊന്നും ചെയ്യണ്ട. ഏയ്, ഈ മുറിയിൽ ഇന്നു മുതൽ ഞാനാ കിടക്കുന്നത്. ആ, ഈ കുട്ടിക്ക് സ്വസ്ഥമായിട്ട് കിടക്കണെങ്കിലേ ഇവിടെ ഈ മുറിയല്ലേ ഉള്ളൂ. നിനക്ക് ആ ചായപ്പി പോയി കിടന്നൂടെ? പ്രഭേട്ടന് ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്? പഞ്ചായത്ത് റോഡിൽ പേപ്പർ വിരിച്ചു കൊടുത്താ അവിടെ കിടന്നുറങ്ങുന്നവനാ ഈ പ്രഭാകരൻ. എന്റെ ചില സാധനങ്ങള് അതൊക്കെ ആ പെണ്ണെടുത്തോണ്ട് പോയിട്ടുണ്ട്. ഇതാ മോളെ, മോള് കുടിക്ക്. സ്ഥലം മാറ്റായില്ലേ? ഏയ്, ചൂടല്ലേ, ഇവിടെയാ സുഖം. ഇക്കണക്കിന് മീനമ്മയുടെ മാസം ആവുമ്പോ അമ്പലപ്പറമ്പാണ് സുഖമെന്ന് പറയേണ്ടി വരും മോനെ. ഒറ്റ ദിവസം കൊണ്ട് തന്നെ കാര്യങ്ങൾ ആ വഴിക്കാ നീങ്ങണത്. നിനക്ക് എന്തിലും കുറ്റം മാത്രമല്ലേ കാണാൻ പറ്റൂ. ഇടി പോത്തെ, കുടുംബത്തിലെ പെണ്ണുങ്ങളുള്ളപ്പോ പിന്നെ ആണുങ്ങൾ പുറത്തല്ലേ കിടക്കേണ്ടത്? ഡൈനിങ് ഹാളിലും തളത്തിൽ സ്ഥലം ഉണ്ടായിരുന്നല്ലോ. പ്രഭാകരൻ ഇന്നു മുതൽ പുറത്തു കിടന്നോളും എന്ന് ചെറിയമ്മൻ തീരുമാനിച്ചെന്തേ? ഈ വീടൊരു സ്ഥിരം താവളമാക്കണമെന്ന് ഞാനും വിചാരിച്ചിട്ടില്ലടി. നീ ചെന്ന് കിടക്കാൻ നോക്കുക. നാളെ കണ്ടത്തിൽ മരുന്നടിക്കാനുള്ളതല്ലേ. ഞാൻ പൊക്കോളാം. പക്ഷെ ഒന്നുണ്ട്, വയറ് നിറച്ചുകൊണ്ട് ഏമ്പക്കം വിടുന്നവരുടെ ശബ്ദം ഉഴണ പോത്തിനും മെതിക്കണ യന്ത്രത്തിനും അറിയേണ്ട കാര്യമില്ല. അതുപോലെ ആവരുത് പ്രഭേട്ടൻ. അത്യാവശ്യം ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ പഠിച്ചത് കൊണ്ട് ഇപ്പൊ ഉപകാരമായി അല്ലേ? എല്ലാരും കൂടെ കുഴിയിലിറക്കി നിർത്തിയിട്ട് പ്രഭേട്ടൻ എന്ത് ഗുണം ഉണ്ടായേ? ക്രെഡിറ്റ് മുഴുവൻ പ്രസിഡന്റ് കൊണ്ടുപോയില്ലേ? അങ്ങനെ പറയരുത്. മഹാത്മാഗാന്ധി ഉപ്പുകുറുക്കിയ സമരം നടത്തിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനൊന്നും അല്ലല്ലോ. ക്രെഡിറ്റിന്റെ കാര്യമൊക്കെ അത്രേ ഉള്ളൂ അല്ലേ പ്രഭേട്ട? കുഴി കിടന്നപ്പോ എന്റെ കൈ ഫ്രീ അല്ലായിരുന്നു, ഇപ്പോഴും ഫ്രീ അല്ല. അല്ലെങ്കിൽ ഒന്ന് പൊട്ടിച്ചേനെ. പോട്ടെന്നെ, നീര് കക്കിയിട്ടുണ്ട്, അതുകൊണ്ടാ. നീ വിചാരിക്കുന്ന പോലെ അല്ല ഇവിടുത്തെ ജനങ്ങള്. ആ സമയം വരെ നിനക്ക് സിന്ദാബാദ് വിളിച്ചവര് അവസാനമായപ്പോ മാറ്റി വിളിച്ചത് കേട്ടില്ലേ? ക്രെഡിറ്റ് ഒക്കെ ആരെങ്കിലും കൊണ്ടുപോട്ടെ മാഷേ. കായല് നികത്ത് റിസോർട്ട് കെട്ടിപ്പൊക്കുന്നത് ഇല്ലാണ്ടായില്ലേ? നമുക്കത് മതി. എന്നാലും പത്രത്തിൽ പേര് വരാൻ വേണ്ടി നീ ഓരോ കോപ്രായം കാണിക്കാന്നൊക്കെ പറയുമ്പോ അതിലെന്താ ഇത്ര തെറ്റ്? ബുദ്ധിയുള്ള ആർക്കും അങ്ങനെ തോന്നൂ.
ഈ കോമാളി കാരണം ബാക്കിയുള്ളവർ കൂടി പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായി. ഇവനീ കാട്ടിക്കൂട്ടണത് ആ കവലെ പോയി കാണിച്ച വൈകിട്ടാവുമ്പോ 5-6 കിലോ അരിയെങ്കിലും വാങ്ങാനുള്ള കാശ് കിട്ടിയേനെ. അതെങ്ങനെ മേലനങ്ങാതെ വെട്ടി വിഴുങ്ങാനുള്ളതല്ല ഇവിടത്തെ പറമ്പിൽ ഉണ്ടാവണുണ്ടല്ലോ. അതെ, പക്ഷെ അതൊന്നും ഒരു സുപ്രഭാതത്തിൽ തനിയെ പൊട്ടിമുളച്ചുണ്ടായതല്ല. നട്ടും നനച്ചും വളവിട്ടൊക്കെ നോക്കിക്കൊടുന്നത് ഞാൻ തന്നെയാ. 1-2 കൊല്ലമല്ല, കാലങ്ങളോളം. പ്രഭാകര, ഓ നീ കണക്ക് പറയാണല്ലേ? എന്നാ ഞാനും കുറച്ച് കണക്ക് പറയാം. എന്താ ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ച് കേൾക്കണോ നിനക്കത്? നമുക്ക് പോവാം മാഷെ. മാഷ് നിൽക്കണം. നിങ്ങളൊരു സ്കൂൾ അധ്യാപകനായിരുന്നില്ലേ മാഷേ? ഇവന്റെയൊക്കെ തരികടയ്ക്ക് കൂട്ടു നിൽക്കാതെ 4 വാക്ക് നല്ലത് പറഞ്ഞു കൊടുത്തൂടെ? സ്വന്തമൊന്നും ബന്ധമൊന്നും പറയാൻ നിങ്ങൾക്ക് ആരും ഇല്ലല്ലോ. അതുകൊണ്ട് ആരാന്റെ അമ്മയുടെ ഭ്രാന്ത് കണ്ടു നിൽക്കണ പോലെ ഇവന്റെയൊക്കെ കാട്ടിക്കൂട്ടല് കണ്ടു നിൽക്കാൻ ഒരു സുഖം അല്ലേ മാഷേ? ഈ പ്രായത്തിൽ ഇനി മാഷക്ക് ഉപദേശത്തിന്റെ ആവശ്യമൊന്നുമില്ല. മാഷ് നടന്നോളൂ, നാളെ കാണാം. ഇപ്പൊ നാറിയിട്ടേ ഉള്ളൂ, ചെയ്യുന്നതിന് മുമ്പ് സ്ഥലം കാലിയാക്കാൻ വാ. ചെല്ല് ചെല്ല്. രാമകൃഷ്ണനല്ല, കംസൻ. ആളുകൾ കേറി വരുമ്പോ മുന്നിൽ പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ ഫോട്ടോകളുണ്ടല്ലോ, അതൊക്കെ മാറ്റാൻ പോവുക. അതിന് പകരത്ത് ഇതിവിടെ തറയ്ക്കാനാ പരിപാടി. നല്ല ഭംഗിയല്ലേ? പ്രഭ എന്നും വിളക്ക് കൊളുത്തി തൊഴുന്ന ഫോട്ടോകളാണ് അതൊക്കെ. അതുകൊണ്ടെന്താ വടക്കേപ്പുറത്തെ ചായപ്പിൽ തറച്ചേരം തൊഴാലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ, ഒരാള് വന്ന് കേറുമ്പോഴത്തേക്ക് ഈ മഞ്ഞ പിടിച്ച ഫോട്ടോകളൊക്കെ ദുസ്സഗുണമാണെന്നേ. രാമകൃഷ്ണ വേണ്ടമ്മേ, ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കട്ടെ. അമ്മ വന്നേ. പാടാ, ഇതൊന്ന് പിടിച്ചേ. എന്നാ പിന്നെ ഉടനെ മാറുകയല്ലേ നല്ലത്? അതെ, പക്ഷെ അതിനു മുമ്പ് എനിക്ക് അവിടെ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്താ നിനക്ക് അമ്മാവനെ തട്ടാൻ പ്ലാൻ ഉണ്ടോ? എനിക്കൊരു കടമുണ്ടടാ, രാധയോട്. അപ്പൊ നീ അവളോടും കടം വാങ്ങിയോ? ഒരിക്കലൊരു സർവോദയ സമ്മേളനം കഴിഞ്ഞ് അച്ഛൻ വീട്ടിലേക്ക് വന്ന് കേറുമ്പോ ഒക്കെ തവളുണ്ട്. ഏതാണ്ട് ഒരു 3 വയസ്സ് പ്രായം. ആരോ കളഞ്ഞിട്ട് പോയൊരു കുഞ്ഞ. അന്ന് മുതൽ അവളും ആ വീട്ടിലൊരു ഭാഗമാണ്. ഇവരിപ്പോ ഈ ഊറ്റം കൊള്ളുന്ന പാടത്തും പറമ്പത്തും ഒക്കെ അവളും ഒരുപാട് വേർപ്പൊഴുകിയിട്ടുണ്ട്. എനിക്കൊന്നും വേണ്ട, പക്ഷെ അവൾക്ക് അർഹതപ്പെട്ടത് കിട്ടണം. എന്നിട്ട് അവൾ ആരുടെയെങ്കിലും കൂടെ ഒന്ന് ഇറക്കി വിട്ടിട്ട് വേണം എനിക്കും അമ്മയ്ക്ക് അപ്പ അവിടുന്ന് പടിയിറങ്ങാൻ. അങ്ങനെ തോന്നിയ ആളുടെ കൂടെ ഒന്നും അവളെ ഇറക്കി വിടണ്ട. അവൾക്ക് അനുരൂപനായ തറവാടിയെ തന്നെ വേണം. അതെ, അങ്ങനെ ഒരു ത്യാഗം ചെയ്യാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല പ്രഭാകര. ഇഷ്ടായില്ല? ആയില്ല? വേണ്ട വേണ്ട പ്രഭാകര. ഇന്ന് എന്തായാലും രക്ഷപ്പെടാൻ നോക്കണ്ട, ഞാൻ സമ്മതിക്കില്ല. രക്ഷപ്പെടുക എന്തിന്? നാറ്റിക്കരുത്. ഉത്തരവാദിത്തപ്പെട്ടൊരു പഞ്ചായത്ത് മെമ്പറാണ് ഞാൻ. നിന്റെ കാശിന് ഉറപ്പായിട്ട് തന്നേക്കാം, പ്ലീസ്. സമ്മതിച്ചു. പക്ഷെ പ്രഭേട്ട എന്റെ കൂടെ ഒന്ന് വരണം. എങ്ങോട്ടേക്ക്? ആദ്യം വണ്ടി കയറി. അല്ല, ഞാൻ വരാൻ. സുബ്ര കടയിൽ നോക്കിക്കൊള്ളേ. എന്താ പ്രഭേട്ട പറഞ്ഞാലെന്തെങ്കിലും? ഇത് പറയാൻ വേണ്ടി ഇവിടം വരെ വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഈ സ്ഥലവും ചുറ്റുപാടൊക്കെ കണ്ടപ്പോ ഞാൻ കരുതി നീ എനിക്കിട്ട് 2 തരാൻ വേണ്ടി കൊണ്ടുവന്നു. എടാ പോത്തെ, രാധയെ കല്യാണം കഴിച്ചു തരുമോന്ന് ചോദിക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ ഇത്ര വളഞ്ഞു പിടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അത് ഞാൻ പ്രഭേട്ടനോട്. എന്തായാലും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലേ, സന്തോഷം. ബാക്കി ഞാൻ നോക്കിക്കോളാം, നീ ചെല്ല്. ഞാൻ ബുക്ക് സ്റ്റാളിൽ വിടാം. വേണ്ട വേണ്ട, കോൾപ്പാടം കമ്മിറ്റിയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. എനിക്ക് ഇവിടുന്ന് നടക്കാനുള്ള ദൂരേ ഉള്ളൂ, നീ വിട്ടോ. എന്ന് നീ അങ്ങനെ തീരുമാനിച്ച ബാക്കിയുള്ളവരെന്താ എസ് ചെയ്യണോ? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? കാലങ്ങളായിട്ട് ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കുട്ടി, അവൾക്ക് അർഹതപ്പെട്ടത് കൊടുക്കണമെന്നല്ലേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ന്യായം പറയച്ച ആർക്കും ഒരു അർഹതയില്ല. ഒക്കെ രാമകൃഷ്ണന്റെ മുതലാ. അതെ, നിന്റെ അച്ഛന്റെയും വെല്ലിച്ചന്റെയും കൊടനായക പോലും തറവാട് ജപ്തി ചെയ്ത് പോകാൻ തുടങ്ങിയപ്പോ കടങ്ങൾ മുഴുവൻ തീർത്ത് സ്വന്തം പേര് രജിസ്റ്റർ ചെയ്ത് എന്റെ അനിയൻ രാമകൃഷ്ണൻ. ഓ, സമ്മതിച്ചു. ജീവിതകാലം മുഴുവൻ താമസിച്ചോളാൻ പറഞ്ഞ് ഈ വീടും പറമ്പും വല്യമ്മാവനെയും എന്റെ അമ്മയും ഏൽപ്പിക്കുമ്പോ ഇതിന്റെ പുറകിലുള്ള പാടവും പറമ്പൊക്കെ വെറും തരിശായിരുന്നു. 5-8 വയസ്സ് മുതൽ കൊത്തിയും കിളച്ചും അതൊക്കെ ഇങ്ങനെ ആക്കിയെടുത്തത് അവളും കൂടിയാ. ദേ ഇന്ന് രാവിലെ പാടത്തേക്ക് പോയി അവൾ ഇതുവരെ തിരിച്ചു കയറിയിട്ടില്ല. തേങ്ങ വിൽക്കാൻ നേരത്തെ എണ്ണം നോക്കി കാശ് വാങ്ങാൻ നല്ലാതെ ഒരെണ്ണം പെറുക്കിയെടുക്കാൻ പോലും നിന്നിട്ടുണ്ടോ വല്യമ്മാവൻ ഇതുവരെ? ഇല്ലല്ലോ. നീ അത്ര വലിയ കണക്കൊന്നും പറയണ്ട. നീയും നിന്റെ അമ്മയും ആ പെണ്ണും ഇത്രയും കാലം വാടക കൊടുക്കാതെ താമസിച്ചതിന്റെ കണക്കൊന്നും ഞാൻ സൂക്ഷിച്ചിട്ടില്ലല്ലോ. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ശരി, ഇനി നിങ്ങൾ ആരും സഹായിച്ചില്ലെങ്കിലും രാധയുടെ വിവാഹം ഞാൻ നടത്തും. പിന്നെ കഴിഞ്ഞ 36 വർഷം
ഞാനും എന്റെ അമ്മയും ഇവിടെ താമസിച്ചതിന്റെ വാടക കുടിശ്ശിക സഹിതം തന്നു തീർത്തിട്ട് പ്രഭാകരൻ ഈ വീടിന്റെ പടിയിറങ്ങും. ആ നഷ്ടത്തിന്റെ കണക്കൊക്കെ കൂട്ടി ഇനി ഇവിടെ ആരും പരിഭ്രമിക്കണ്ട. അച്ഛൻ ഒരുപാട് ചീപ്പായി പോയി. ഇത്രയും തരം താഴേണ്ടിയിരുന്നില്ല. നീ എന്നെ ഗുണദോഷിക്കാനൊന്നും വരണ്ട. ഇല്ല, ഞാൻ മിണ്ടുന്നില്ല. ബോംബെയിലായിരുന്നപ്പോഴും ഞാൻ മിണ്ടിയിരുന്നില്ലല്ലോ. മാർവാടികൾ വന്ന് മുഴുവനോടെ പിഴുതോണ്ട് പോയിട്ടും അച്ഛന്റെ ദുരാഗ്രഹം മാറിയില്ലല്ലോ. അതിലെനിക്ക് സഹതാപം തോന്നുന്നു. എന്താ സരോമേ, എന്തു പറ്റി? നാളെ നിന്റെ കഴുത്തിലും കയ്യിലും എല്ലാം സ്വർണ്ണപ്പണ്ടം ഉണ്ടാവൂലോ എന്ന് ആലോചിക്കുമ്പോ ഒരു സന്തോഷം. നാളെ പ്രഭാകരന്റെ അച്ഛന്റെ പേരിലുള്ള സ്ഥലം കച്ചോടാ. അത് കഴിഞ്ഞ നിന്നെയും കൂട്ടി ടൗണിലേക്ക് പണ്ടം എടുക്കാൻ പോവും. അടുത്ത ആഴ്ച നല്ലൊരു മുഹൂർത്തം നോക്കി അമ്പലത്തിൽ വെച്ച് കല്യാണം. അറിഞ്ഞ വല്ല മുടക്കം പറഞ്ഞു വന്നാലോ എന്ന് കരുതി ഇവിടെ ആരെയും അറിയിച്ചിട്ടില്ല. പക്ഷെ അമ്മേ, ഞാൻ സുരേഷ് നല്ലവനാ, നല്ല അധ്വാനി. ഒരു വീട് വയ്ക്കാനുള്ള ബന്ധപ്പാടില്ലാത്രേ അവൻ. ബാക്കി പൈസ അവനെ ഏൽപ്പിക്കാന്ന പ്രഭാകരൻ പറഞ്ഞേ. എന്നിട്ട് വേണം എനിക്കും അവനും കൂടി സ്വസ്ഥമായൊരിടത്തേക്ക് മാറി താമസിക്കാൻ. നിന്റെ കാര്യത്തിൽ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, അതിപ്പോ മാറി. എന്റെ മോൾക്ക് നല്ലതേ വരുമെന്നും കാണാതായപ്പോ ഞാൻ കരുതി നീ പതിവുകളൊക്കെ തെറ്റിച്ചു. സാരമില്ല, നീ പോയാലും അമ്മ ഇവിടെ ഉള്ളപ്പോ എന്റെ പതിവുകളൊന്നും തെറ്റില്ല. എന്തു പറ്റി എന്റെ കേളമ്പാറ്റയ്ക്ക്? എന്നെ ഒരു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണെന്ന് അഭിമാനിക്കുന്നുണ്ടാവും അല്ലേ പ്രവേട്ട? ആ, ഇല്ല അതില്ല. രക്ഷപ്പെടുകയാണെങ്കിൽ അത് ഈ വീട്ടിൽ ഒരാളോടൊപ്പമായിരിക്കുമെന്ന് കുറെ ദിവാസ്വപ്നം കണ്ടു. അത് വിട്ടിത്തുപോയല്ലേ പ്രവേട്ട? ഓരോ തവണ മിണ്ടിയും പിണങ്ങിയും കഴിയുമ്പോഴും എന്റെ മനസ്സറിയുന്ന ഒരാളാണല്ലോ ഇവിടെ ഉള്ളതെന്നുള്ള വിശ്വാസമായിരുന്നു എനിക്ക്. പക്ഷെ അത് തെറ്റി. രാധേ, ഒരൊറ്റ തവണ പോലും നീ എന്നോട് അങ്ങനെയൊന്നും. പറഞ്ഞു ഒരുപാട് തവണ, പക്ഷെ അതിന് ശബ്ദം ഉണ്ടായിരുന്നില്ല. അത് കേട്ടിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ വിട്ടിയായി. വീട്ടുകാര്യത്തിലായാലും നാട്ടുകാര്യത്തിലായാലും പ്രഭേട്ടൻ അവനോടെ തന്നെ കാണാറുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവരെ തിരിച്ചറിയാനാവില്ല ഒരിക്കലും.